തിരിച്ചറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള പെണ്ണെ, നിനക്കെത്തിരി അഹങ്കാരം കൂടുതലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, തന്റെ പൊന്നുമകളോട് വിവാഹത്തിന്റെ രാത്രിയിൽ പറഞ്ഞു കൊടുത്തതാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ അഹങ്കരിക്കല്ലേ, ഫാത്തിമ അഹങ്കരിക്കല്ലേ, അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കേറി വന്ന പെണ്ണെ, നിനക്കൊരു നല്ല ഭർത്താവിന് കിട്ടി, നിന്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി, നല്ല ഒരു വീട് വന്നു, നിനക്ക് അഹങ്കാരം കിട്ടി. ഇന്ന് പ്രവാസികൾ മുഴുവനും വല്ലാത്ത കണ്ണീരിലാ. കാരണമെന്തേ? ഗൾഫുകാരന്റെ ഭാര്യ മണ്ണാർക്കാടിനെ വിറപ്പിച്ചുകൊണ്ട് നടക്കുകയല്ലേ. അവള് തറയിലല്ലോ. പെണ്ണെ, അള്ളാന്റെ റസൂല് പറയുന്നു, നീ അഹങ്കരിച്ച അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങില്ലേ. നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ ഇറങ്ങിയ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും നിനക്കെതിരെ ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അഹങ്കാരം കുറയ്ക്കുമോളെ. നിസ്കരിച്ചോ, ഖുർആൻ ഓതിക്കോ, ദിക്റുകൾ പറഞ്ഞോ, സലാത്തുകൾ പറഞ്ഞ് ഒരു മുസ്ലിം പെണ്ണിനെ പോലെ ജീവിക്ക്. ഇല്ലെങ്കിൽ അല്ലാഹ് നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരും പൊന്നുമോളെ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ്, അല്ലാഹുവേ, ഒരു ദിവസം അതാ നിന്റെ വീടിന്റെ മുന്നിൽ പെട്ടിക്കകത്ത് കൊണ്ട് നിറച്ചു തരും പൊന്നുമോളെ. ഗൾഫിൽ കിടക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനെ പെട്ടിക്കകത്ത് അടച്ചിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹു നിന്നെ വല്ലാതെ കരയിപ്പിക്കും പെണ്ണേ. 2 ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയവർക്കറിയാ, അല്ലാഹുവേ, എന്റെ വീട്ടിലൊരു കുടുംബം വന്നു. രാത്രി 3 മണിക്ക് ഞാൻ അവരെ കൊണ്ടുപോയി എയർപോർട്ടിൽ ഇറക്കിയിട്ട് പാർക്കിംഗ് ചെയ്യാൻ വണ്ടിയുമായി പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങുമ്പോ, അല്ലാഹുവേ, ഒരു വാപ്പ തോർത്തു വിരിച്ചിട്ടിരുന്ന് നിസ്കരിക്കുകയാ. രാത്രി 3:10 അല്ലാഹുവേ, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു വാപ്പ തോർത്ത് വിരിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് 3:10 കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. സുജൂദിൽ കിടന്ന് വല്ലാതെ കരയുകയാണ്. അല്ലാഹുവേ, ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു. ഒരു ആംബുലൻസ് ഇങ്ങനെ കിടക്കുന്നു. പടച്ചവനെ, ഞാൻ അടുത്ത് നിൽക്കുന്ന മനുഷ്യനോട് ചോദിച്ച്, എന്താ ഈ ഉപ്പ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്റെ പ്രിയമുള്ള പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അടുത്ത മാസം 15-ാം തീയതി വിവാഹം ഉറപ്പിച്ച 28 വയസ്സുള്ള പൊന്നുമോൻ അടുത്ത മാസം നവംബർ 15-ന് വിവാഹമാ. അല്ലാഹുവേ, ആ പൊന്നുമോൻ 28 വയസ്സുണ്ട്. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ വാപ്പ നിസ്കരിച്ചിട്ട് കാത്തിരിക്കുന്നത് തന്റെ പൊന്നുമോന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുവരികയാ. അല്ലാഹുവേ, ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ വാപ്പ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട്, എനിക്ക് ക്ഷമ തരണേ അല്ലാ, എനിക്കിതിനു പകരം സ്വർഗം തരണേ അല്ലാ എന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് അല്ലാഹുവേ എഴുന്നേക്കുമ്പോ, പടച്ചവനെ, എയർപോർട്ടിന്റെ കവാടം തുറന്നിട്ടൊരു പെട്ടി ഇങ്ങനെ വെളിയിലേക്ക് തെള്ളുകയാ. ആംബുലൻസിനകത്തേക്ക് 28 വയസ്സുള്ള വിവാഹം ഉറപ്പിച്ച ചെറുപ്പക്കാരന്റെ ജനാസ കയറുമ്പോ, പെണ്ണെ, അഹങ്കരിക്കല്ലേ പൊന്നുമോളെ, അല്ലാഹനെ മറക്കല്ലേ. അല്ലാഹു നിന്നെ ഇതുപോലെ കരയിപ്പിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. പലിശക്കെടുത്തിട്ടാണെങ്കിലും, വീടിന്റെ പ്രമാണം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും എന്റെ വിവാഹം ആർഭാട വിവാഹമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട്, സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാരോട്